നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഓഹോ, പണം നമ്മൾ ഇവിടെ എത്തിക്കരുത്, അതിനുവേണ്ടിയാണല്ലേ ഇന്നലെ ക്യാഷ്യറിന്റെ കയ്യില് തന്ത്രപൂർവ്വം പണം അവിടെ കൊണ്ടുവന്ന് ഏൽപ്പിച്ചത്. അതിലെന്തോ ഒരു പ്ലാൻ ഉണ്ട്. നീ എന്താടി ആലോചിച്ചിരിക്കുന്നത്? വിശാൽ എവിടെ? വിശാൽ എവിടെയെന്ന്? ആ പണം അവനിവിടെ എപ്പോ എത്തിക്കും? ഞങ്ങൾക്ക് ഇപ്പൊ ആ പണം വേണം. വിനയ്, വെപ്രാളപ്പെടണ്ട. ദേ, പണം എന്റെ കയ്യിലുണ്ട്. അമ്മ ക്യാഷ്യറിനെ ഏൽപ്പിച്ച പണം. ഇത് തുറന്നിട്ട് പണം കൃത്യമായിട്ടുണ്ടോന്ന് എണ്ണി നോക്കണം. ആ കള്ളൻ ചതിച്ചോ? പണം മോഷ്ടിക്കാൻ നേരിട്ട് അവനത് മോഷ്ടിച്ചില്ലേ? എന്റെ മോൻ സമയത്ത് തന്നെ ഇവിടെ പണം എത്തിച്ചു. ആ, ഇനി നമുക്ക് ലേലം ആരംഭിക്കാം. താങ്ക് യു മോനെ. ഇവിടെ എന്ത് ലേലമേ നടക്കാൻ പോകുന്നത്? വിശാൽ സർ, മദ്യം നിർമ്മിക്കുന്നതിനുള്ള ബിസിനസ് തുടങ്ങാനുള്ള ലേലമാണ് സർ ഇവിടെ നടക്കുന്നത്. മദ്യനിർമ്മാണോ? അതെങ്ങനെ സാധിക്കും? ഏയ്, അതൊന്നും പാടില്ല. അത് നമ്മുടെ കമ്പനിയുടെ പോളിസിക്ക് വിരുദ്ധമാണ്. സർ, ഞാനത് എല്ലാവരോടും പറഞ്ഞു. പക്ഷേ ആരും അതൊന്നും കേൾക്കാൻ കൂട്ടാക്കുന്നില്ല. അമ്മേ, നമ്മുടെ കമ്പനിയുടെ നയമൊക്കെ അമ്മയ്ക്ക് അറിയാവുന്നതല്ലേ? നമ്മുടെ കമ്പനിക്ക് ഒരു ന്യായവും ധർമ്മവും ഒക്കെ ഉണ്ട്. അതൊരിക്കലും ലംഘിക്കാൻ പാടില്ല. മദ്യം സമൂഹത്തെ നശിപ്പിക്കുന്ന വിഷമാണ്. അത് നമ്മൾ നിർമ്മിക്കാനോ വിൽക്കാനോ പാടില്ല. അങ്ങനെ ചെയ്ത നമ്മൾ കാരണം നിരവധി കുടുംബങ്ങൾ തകരാൻ ഇടവരും. നിരവധി കുടുംബങ്ങളുടെ കണ്ണുനീരും നമ്മൾ കാണേണ്ടി വരും. അതുകൊണ്ട് ഒരിക്കലും നമ്മുടെ കമ്പനി മദ്യ വ്യവസായം നടത്താൻ പാടില്ല. ആ ബിസിനസ് ഒന്നും നമുക്ക് വേണ്ട. മോനെ, ഞാൻ പറയുന്നോണ്ട് നിനക്കൊരു അലോഹ്യം തോന്നരുത്. പാർവതി കമ്പനി ഭരിച്ച് കമ്പനി ഇപ്പൊ ആകെ നഷ്ടത്തിലാണ്. അത് ചില്ലറ നഷ്ടമൊന്നുമല്ല. ആ നഷ്ടം നികത്തിയില്ലെങ്കിൽ നമുക്ക് കമ്പനി അടച്ചുപൂട്ടേണ്ടി വരും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.